Okay, please mark your attendance. Don't forget. Okay. Present type ചെയ്യാൻ ആരും മറക്കരുത്. Okay. നിതാഷ ക്ലാസ് ടൈമിൽ ആരെങ്കിലും എഴുതോ മിസ് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നത് ഇവിടുന്ന് കറക്റ്റ് മിസ്സിന് കാണും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കൂളിലോട്ട് വരാം അല്ലേ? സ്കൂൾ ഓപ്പൺ ആക്കിയില്ലേ ഇന്ന്? അറിഞ്ഞായിരുന്നോ? ഹാപ്പി ആയില്ലേ എല്ലാവർക്കും? ഇനി സ്കൂളിലോട്ട് വരാം. കുട്ടി എന്തോ ഓക്കെ, നിങ്ങളെ മ്യൂട്ട് ചെയ്യട്ടെ. Okay, all of you take your textbook, page number 95. Aiden, 95, 95. Okay, measurement. Today we will study about measurement. Longer, shorter, equal. Okay, നിങ്ങൾ അവിടെ ഒരു പെന്ന് കാണുന്നുണ്ടോ മക്കളെ? പെൻ കാണുന്നുണ്ടോ? ഓക്കെ, പെന്നിന്റെ നേരെ താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ? പെന്നിന്റെ നേരെ താഴെ എന്തുണ്ട്? വൺ ലൈനും കൂടി ഉണ്ട്, കാണുന്നുണ്ട് നിങ്ങളെ? ഓക്കെ, the line is equal to the length of the pen. ആ ലൈനും പെന്നും ആ ഒരു ലൈൻ വരച്ചിട്ടില്ലേ? പെന്നും സെയിം ആണോ നോക്കിയ വലിപ്പം? ആണല്ലേ? the line is equal to the length of the pen. അതിന്റെ നീളം എന്ത്? സെയിം ആണല്ലേ? പെന്നിന്റെ സെയിം ആണ് എന്തിന് അവിടെ വരച്ചിരിക്കുന്ന ലൈൻസിന്. ഓക്കെ, the line is equal to the length of the pen. Understand? Okay, next one, draw a longer pencil. ഇവിടെ എന്തുണ്ട്? ഒരു ഷോർട്ട് പെൻസിൽ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് പെൻസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? draw a longer pencil. ഒരു അതിനേക്കാളും വലിപ്പമുള്ള ഒരു പെൻസിൽ വരച്ചേ. ഇപ്പൊ വരക്കണം. ഇവിടെ ഒരു പെൻസിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്താ പറയുന്നത്? draw a longer pencil. അതിന്റെ താഴെ നിങ്ങൾ
അതിനേക്കാളും വലിയൊരു പെൻസിൽ വരയ്ക്കുക. ലോങ്ങർ ആൻഡ് ഷോർട്ടർ. ഷോർട്ടർ അവിടെ ഉണ്ട് അല്ലേ? ഷോർട്ട് ആയ പെൻസിൽ അവിടെ ഉണ്ട്. ലോങ്ങർ പെൻസിലാണ് നിങ്ങൾ വരക്കേണ്ടത്, അതിനേക്കാളും വലിപ്പമുള്ളത്. നോക്കട്ടെ എത്ര പേര് വരക്കുന്നുണ്ടെന്ന്. വരച്ച് കളറും കൊടുത്തോ കേട്ടോ. ഓക്കെ, നൂഹ ഇവിടെ ഉണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ഉണ്ടല്ലേ? ആളെ മാത്രമേ മിസ് കാണുന്നുള്ളൂ. മൈൻഡ് ഒക്കെ വേറെ സ്ഥലത്താണല്ലോ നൂഹ കുട്ടീന്റെ. Okay, all of take your textbook, page number 95, measurement. Mahima, where are you now? Mahima, can you hear me? Mahima, can you hear me? Yes or no? Yes. Yes, where are you now? പാടി ഓടിച്ചാൽ okay. Molus, take your textbook, page number 95. 95, measurement. Nine-five, 95. Okay, draw a longer pencil. Draw a longer pencil. ഓക്കെ, ഇവിടെ ഷോർട്ടർ പെൻസിൽ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് പെൻസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോങ്ങർ പെൻസിൽ വരയ്ക്കാം. ഡ്രോ എ ലോങ്ങർ പെൻസിൽ. Did you finish? നിദാശ വരച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല പെൻസിൽ ആയിരിക്കണേ, സൂപ്പർ ആയിരിക്കണം. ഓക്കെ, അത് വരച്ചവർക്ക് നെക്സ്റ്റ് പിക്ചർ വരക്കാം. ഡ്രോ എ ഷോർട്ടർ സ്ട്രോ. ഇവിടെ ഒരു ലോങ്ങർ സ്ട്രോ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ചറില് എന്താ നിങ്ങൾ വരക്കുന്നത്? ഡ്രോ എ ഷോർട്ടർ സ്ട്രോ. ചെറിയ സ്ട്രോ വരയ്ക്കാം. നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പിക്ചറിൽ, പേജ് അല്ല. ഓക്കെ, ഇവാന ബിജു. ഷഹൽ ആദിയ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഡ്രോ എ ഷോർട്ടർ സ്ട്രോ വരച്ചോ മക്കളെ?
അവിടെ ലോങ് സ്ട്രോ അവിടെ ഉണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഷോർട്ടർ സ്ട്രോ വരയ്ക്കാം. ഷാജിൽ സ്ലേറ്റിലാണോ വരച്ചേ? ടെക്സ്റ്റ് ഇല്ല മോനുസേ? ഓ, വരച്ചു കഴിഞ്ഞല്ലേ എടുക്കാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡെൽവിൻ വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ മോനെ, വെരി ഗുഡ്. Did you finish? Show me your thumb. Okay. Mahima, did you finish? Abel Sindo. ശ്രീകുട്ടി, സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മോള് വരികയല്ലേ? നെക്സ്റ്റ് വീക്ക് മുതൽ സ്കൂളിലോട്ട് വരികയല്ലേ? വരുന്നില്ലേ? ഓക്കെ. കേബിൾസിൻ്റോ നെക്സ്റ്റ് ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ്. ഇവിടെ പെൻസിൽ 3 പെൻസിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാ ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ്. മനസ്സിലായില്ലേ? ലോങ് ഷോർട്ട് മനസ്സിലായില്ലേ? ഏറ്റവും വലുതിനെയാണ് ലോങ്സ്റ്റ് പറയാ, ഏറ്റവും ചെറുതിനെയാണ് ഷോർട്ടസ്റ്റ് പറയാ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടിക്ക് ദ ലോങ്സ്റ്റ്, പുട്ട് എ ക്രോസ് അഗൈൻസ്റ്റ് ദ ഷോർട്ടസ്റ്റ്. ഇവിടെ എന്തുണ്ട്? 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്പൂൺ ഉണ്ട്, ബാറ്റ് ഉണ്ട്, പിന്നെന്താ പ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതില് ടിക്ക് ദ ലോങ്സ്റ്റ്, ലോങ്സ്റ്റിന് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യാം. ഈ 3 പിക്ചറില് ഏറ്റവും വലുത് ഏതാ, ലോങ്സ്റ്റ് ഏതാണോ അതിനെന്ത് ചെയ്യാ? ടിക്ക് ചെയ്യുക. ചെയ്തോ? സ്പൂൺ ആണോ വലുത്, ബാറ്റ് ആണോ വലുത്, പ്ലെയർ ആണോ വലുത്? ടിക്ക് ദ ലോങ്സ്റ്റ്, പുട്ട് എ ക്രോസ് അഗൈൻസ്റ്റ് ദ ഷോർട്ടസ്റ്റ്. ലോങ്സ്റ്റ് ടിക്ക് ചെയ്യാം, ഏറ്റവും ഷോർട്ടസ്റ്റിനെ ക്രോസ് ചെയ്യാം. ഈ 3 പിക്ചറിലും നോക്കുക, എന്നിട്ട് ലോങ്സ്റ്റ് പിക്ചറിനെ ടിക്ക് ചെയ്യാം, ഷോർട്ടസ്റ്റിന് ക്രോസ് ചെയ്യാം. ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് പേജ്. Okay, heavier and lighter. Okay, what is this? What is this? Say, this is a, can you hear me?
കേൾക്കാമോ? Can you hear me? Okay. 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 What is this? What is this? Okay. Camel. Okay. Next. Butterfly. Okay. ഇത് തമ്മിൽ ഡിഫറെന്റ് എന്താ? ഒന്ന് വലുതാണ് അല്ലേ? ഒന്നോ ബട്ടർഫ്ലൈയോ ചെറുതാണ്. ഓക്കെ. ക്യാമൽ ഹെവിയർ. ക്യാമൽ എന്താണ്? ഹെവിയർ ആണ്, വലുതല്ലേ. ബട്ടർഫ്ലൈയോ ലൈറ്റർ. ഹെവിയർ, ലൈറ്റർ അല്ലേ? ഇത് ഹെവി ആയിട്ടുള്ളതാണ് അല്ലേ ക്യാമല്? അല്ലേ? ഹെവി ആയിട്ടുള്ളതല്ലേ? ലൈറ്റർ ആണോ മക്കളെ? ചെറുതാണോ? ലൈറ്റ് ആയിട്ടുള്ളതാണോ ക്യാമല്? അല്ല, ക്യാമൽ ഹെവിയർ ആണ്. ബട്ടർഫ്ലൈ ആണ് എന്ത്? ലൈറ്റർ. ഓക്കെ. ഹെവിയർ, ലൈറ്റർ. അണ്ടർസ്റ്റാൻഡ്? ഹെവിയർ, ലൈറ്റർ. ക്യാമല് ഹെവിയർ ആണ് അല്ലേ? വലുതാണ്, ഹെവിയർ ആണ്. അതിനെ സംബന്ധിച്ച് ഒരു ബട്ടർഫ്ലൈ എന്താണ്? ലൈറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് താഴെയുള്ള പിക്ചർ നോക്കി നിങ്ങള്. Take the heavier, put a cross against the lighter. ഇവിടെ 2 പിക്ചർ ഉണ്ട്. എന്തുണ്ട്? പംകിൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട് അല്ലേ? ഇതിൽ ഏതാ ഹെവിയർ? ഈ 2 പിക്ചറിൽ ഹെവിയർ ഏതാ? പംകിൻ ആണോ ഓറഞ്ച് ആണോ ഹെവിയർ? ആര് പറയും? ഷഹൽ. പംകിൻ ആണ്. കാരണം ഓറഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഹെവിയർ ആരാണ്? പംകിൻ ആണ്. അപ്പൊ പംകിന് ടിക്ക് ചെയ്യാ, ഓറഞ്ചിന് ക്രോസ് ചെയ്യാം. ഓക്കെ. ഇതിന് ടിക്ക് ചെയ്യാ, ഇതിന് ക്രോസ് ചെയ്യാ. ടിക്കും ക്രോസും മിസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ടിക്ക് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മിസ് ഇടുന്നതാണ് ടിക്ക്. ക്രോസ് നിങ്ങളുടെ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ മിസ് ഇടുന്നതാണ് ക്രോസ്. ഓക്കെ. എന്റെ മക്കളെല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ? ആരും വിട്ടുപോയിട്ടില്ലല്ലോ? മഹിമ, please mark your attendance. Okay. Next one. Next picture നോക്കിയേ. ഒരു ബൈസിക്കിൾ ഉണ്ട്, കാർ ഉണ്ട്. ഇതിൽ ഏതാ ലൈറ്റർ, ഏതാ ഹെവിയർ? ഹെവിയറിന് ടിക്ക് ചെയ്യാം, ലൈറ്ററിന് ക്രോസ് ചെയ്യാം. ചെയ്തോ? നെക്സ്റ്റ് ഹെവിയസ്റ്റ്, ലൈറ്റസ്റ്റ്. ഓക്കെ. ഇവിടെ വാട്ടർ മെലോൺ ഉണ്ട് അല്ലേ? മാംഗോ ഉണ്ട്, ലെമൺ ഉണ്ട്. 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതില് 3 ഒബ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാല് അതിൽ ഹെവിയസ്റ്റ് ഏതാ? ഹെവിയസ്റ്റ് മീൻസ് 3 എണ്ണത്തിൽ 3 ഒബ്ജക്റ്റീവ്സില് വലുത് ഹെവിയസ്റ്റ് ഏതാ? വാട്ടർ മെലോൺ. ലൈറ്റസ്റ്റോ? ലെമൺ. അണ്ടർസ്റ്റാൻഡ്? 3 ഒബ്ജക്റ്റീവ്സ് എടുത്തു കഴിഞ്ഞാല് അതില് ഏറ്റവും വലുതാണ് ഹെവിയസ്റ്റ്. ഓക്കെ. ഏറ്റവും ചെറുത് ലൈറ്റസ്റ്റ്. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നെക്സ്റ്റ് ടിക്ക് ദ ഹെവിയസ്റ്റ്, പുട്ട് എ ക്രോസ് അഗൈൻസ്റ്റ് ദ ലൈറ്റസ്റ്റ്. ഇവിടെ 3 പിക്ചർ കണ്ടോ നിങ്ങൾ? ഏറ്റവും താഴെ 1 2 3 3 പിക്ചർ കണ്ടോ മക്കളെ? ഇറൈസറിന്റെ ടേബിൾ ഉണ്ട്, ബുക്ക് ഉണ്ട്. ഇതിൽ എന്താ പറയുന്നേ? ടിക്ക് ദ ഹെവിയസ്റ്റ്. ഇതിൽ ഏറ്റവും ഹെവിയസ്റ്റിന് ടിക്ക് ചെയ്തേ. ഈ 3 പിക്ചറിൽ ഹെവിയസ്റ്റ് ഏതാ? 3 പിക്ചറിൽ ഹെവിയസ്റ്റ് ഏതാ? ഇതാണോ, ഇതാണോ, ഇതാണോ? ഏതാ ഹെവിയസ്റ്റ്? ടേബിൾ. അൻവിത പറഞ്ഞു ടേബിൾ. ടേബിളിന് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? പുട്ട് എ ക്രോസ് അഗൈൻസ്റ്റ് ലൈറ്റസ്റ്റ്. ഇതിലെ 3 എണ്ണത്തിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയത് ക്രോസ് ചെയ്യാം. ഏതാന്ന് വെച്ചാല് ഇതാണോ, ഇതാണോ? ഇതിന് ക്രോസ് ചെയ്യാം. ചെയ്തോ? നിങ്ങൾക്കുള്ള ടിക്ക് മിസ് ക്ലാസ്സിൽ വന്നാൽ തരാം കേട്ടോ.
കറക്റ്റ് ആൻസർ ചെയ്തവർക്കുള്ള ടിക്ക് മിസ് ക്ലാസ്സിൽ വന്നാൽ ചെയ്തു തരും. ഓക്കെ, ഡിഡ് യു ഫിനിഷ്? ഓക്കെ, നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. മോർ ആൻഡ് ലെസ്. മോർ ആൻഡ് ലെസ്. ഇവിടെ നിങ്ങൾ ബക്കറ്റ് കാണുന്നുണ്ടോ മക്കളെ? ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റില് നിറയെ വാട്ടർ ഉണ്ട്. ഇവിടെ ഒരു കപ്പ് ഉണ്ട്, അതിനകത്തും വാട്ടർ ഉണ്ട്. പക്ഷെ എന്താണ്? ലെസ് വാട്ടർ ആണ്, കുറച്ചേ ഉള്ളൂ. ഇതിനകത്ത് എന്തുണ്ട്? മോർ വാട്ടർ ഉണ്ട്, ഒരുപാട് വാട്ടർ ഉണ്ട് അല്ലേ? മോർ വാട്ടർ, കൂടുതൽ. മോർ, മോർ. ലെസ്, മോർ, ലെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയേ. കളർ ദ ബ്ലൂ ദാറ്റ് ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. ഇതിൽ എന്ത് ചെയ്യണം? മോർ വാട്ടർ പിടിക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ ബ്ലൂ കളർ കൊടുക്കുക. താഴെ കാണുന്ന പിക്ചർ കണ്ടോ നിങ്ങളെ? അവിടെ ഒരു ബക്കറ്റ്, ഒരു കപ്പും ഉണ്ട് അല്ലെ? എന്ത് ചെയ്യാ? കളർ ദ ബ്ലൂ ദ വൺ ദാറ്റ് ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. മോർ വാട്ടർ ഏതിലാണോ മോർ വാട്ടർ എടുക്കാൻ പറ്റുക ആ പിക്ചറിന് ബ്ലൂ കളർ കൊടുക്കാം. കണ്ടോ? അതർ സൈഡില് ഒരു ജഗ്ഗും ഉണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്. അതിൽ ഏതിലാണോ മോർ വാട്ടർ എടുക്കാൻ പറ്റുന്നത് അതിനെന്ത് ചെയ്യാ? ബ്ലൂ കളർ കൊടുക്കാം. കളർ ദ ബ്ലൂ ദ വൺ ദാറ്റ് ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. മോർ വാട്ടർ പിടിക്കുന്ന, മോർ വാട്ടർ എടുക്കാൻ പറ്റുന്നത് ഏതിലാണോ അതിന് ബ്ലൂ കളർ എടുക്കുക. കളറ് വരഞ്ഞ് വരഞ്ഞ് വെക്കരുത്, നീറ്റിൽ കളർ ചെയ്യാം, വൃത്തിയിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മോസ്റ്റ് ആൻഡ് ലീസ്റ്റ്. ഓക്കെ, ഡിഡ് യു ഫിനിഷ് ഡിയർ? ഓക്കെ ബാബ, മോസ്റ്റ് ആൻഡ് ലീസ്റ്റ്. ഇവിടെ 3 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, കപ്പ് ഉണ്ട്, സ്പൂൺ ഉണ്ട്. ഇതില് മോസ്റ്റ് വാട്ടർ ഏതിലാണ്? ഈ ബക്കറ്റിനകത്താണ് മോസ്റ്റ് വാട്ടർ പിടിക്കുന്നത്. 3 ഒബ്ജക്റ്റീവ്സിലാണ് മിസ് പറയുന്നത്. പിന്നെ ഇവിടെ കപ്പ് ഉണ്ട് അല്ലെ? മോസ്റ്റ് വാട്ടർ, കപ്പ് ഉണ്ട്, പിന്നെ അതിനേക്കാളും ചെറുതുണ്ട്. ഏതാ? ലീസ്റ്റ് വാട്ടർ. ഓക്കെ, മോസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഏറ്റവും വലുതാണ് ഇതാണ് മോസ്റ്റ് വാട്ടർ, ഇതാണ് ലീസ്റ്റ് വാട്ടർ. ഓക്കെ, ഏറ്റവും ചെറുത്, ഏറ്റവും കുറച്ച് ഉൾപ്പെട്ടതും കൂടുതലും മോസ്റ്റ് വാട്ടർ, ലീസ്റ്റ് വാട്ടർ. താഴെയുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കി നിങ്ങളെ. ടിക്ക് ദ വൺ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് വാട്ടർ.
മോസ്റ്റ് വാട്ടറിൽ ഏതെങ്കിലും ഒന്നിന് ടിക്ക് ചെയ്ത് ഏതിനകത്താണ് പിടിക്കുന്നത്? ഫസ്റ്റ് കാണുന്ന ഗ്രീൻ ബക്കറ്റിനാണോ, സെക്കൻഡ് കാണുന്ന റെഡ് ബക്കറ്റിനാണോ, തേർഡ് കാണുന്ന യെല്ലോ ബക്കറ്റിലാണോ? മോസ്റ്റ് വാട്ടർ ടിക്ക് ചെയ്യാം. ഏതിനാ? കളർ പറഞ്ഞാൽ മതി മിസ്സിനെ. അൻവിത. ഗ്രീൻ ബക്കറ്റിൽ. ഗ്രീൻ ബക്കറ്റിലാണ് മോസ്റ്റ് വാട്ടർ ഉൾപ്പെടുന്നത്. ഓക്കെ. That's enough in today's class. Okay. Are you happy now? നമ്മുടെ മാത്സിന്റെ പോർഷൻ ഏകദേശം കവർ ചെയ്യാനായിട്ടുണ്ട് അല്ലേ? ഇനി ബാക്കിയുള്ളത് മിസ് ക്ലാസ്സിൽ വന്നിട്ടേ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ. ഇനി റിവിഷനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എന്താ ഗ്രേറ്റർ ദാനും സ്മോളർ ദാനും അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ ഒന്നുകൂടെ നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കേ. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തൂടെ? Time to wind up. See you in the next class. Ta-ta.